അവളെ കുറെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീടായപ്പോ ഇത് വെച്ച് അവളെ ഭീഷണി അവ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അവള് ചെല്ലണം. വീഡിയോ ഫോട്ടോ പലരുടെ കൈമെടുത്ത് ഓട്ടോ സ്റ്റാൻഡിലുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാറേ, അവിടെ എല്ലാവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അവള് ഈ ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇടും, നിന്റെ പടം എല്ലാരും കാണുന്നു. അവൻ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതന്നെ എന്റെ കൂടെ ഇന്നലെ വിളിച്ചപ്പോഴും അവള് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവക്കൊന്ന് കാര്യം പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. എന്നെ ഇന്നലെ വിളിച്ച് ചിരിച്ച് മോളെ ഞാൻ രാവിലെ വരാടി എന്ന് പറഞ്ഞു വേണ്ട. ആദ്യരാത്രിയിൽ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഉണർന്നത്. ആ കാഴ്ച കണ്ട് നാട്ടുകാർ ഞെട്ടിപ്പോയി. വീടുകൾ ഇടതിങ്ങിയുള്ള പ്രദേശത്തിന് നടുവിലെ കുറ്റിക്കാട്ടിൽ ഒരു സ്ത്രീ നിന്ന് കത്തുന്നു. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ മരിച്ചു. ആരാണ് ഈ സ്ത്രീ എന്നറിയാൻ വേണ്ടിയായിരുന്നു പിന്നീടുള്ള അന്വേഷണം. ആ അന്വേഷണം എത്തി നിന്നത് ഈ വീട്ടിലാണ്. സജിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറ്റിക്കാടാണ് ഷീജ എന്ന 51കാരി ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്തത്. സജി എന്ന 31കാരനും ഷീജ എന്ന 51കാരിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഷീജ കിലോമീറ്ററുകൾ താണ്ടി എന്തിനാണ് സജിയുടെ വീടിന് സമീപം ആത്മഹത്യ ചെയ്യാൻ എത്തിയത്? അനിത്യയാണ് ഷീജയുടെ? ഞാനിയത്തിയാണ്. എങ്ങനെ സംഭവം എങ്ങനെ അറിയാം? ഷീജ കാണാനില്ലായിരുന്നോ? ഷീജ 3 വർഷം കൊണ്ട് ഈ വീട്ടിലല്ല താമസം. 3 വർഷം കൊണ്ട് ഇവിടെ അല്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ വന്ന് അനിയത്തിയുടെ മക്കളെ കാണാനൊക്കെ വരുന്നില്ല, അല്ലാതെ വരത്തില്ല. അവളൊരു ഉള്ളൂരൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഉള്ളൂര് രമ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ജോലി ചെയ്യണത്. അപ്പൊ ഇവിടെ കൈമനത്തുള്ള ഒരു പയ്യനുമായിട്ട് ആ റിലേഷൻ കാരണമാണ് ഇവിടുന്ന് താമസം തന്നെ മാറാൻ കാരണം. അവ ഒരു ഇതാണ്. അപ്പൊ അവ ഇങ്ങനെ ഇവളെ വെച്ച് ഇവളുമായിട്ട് ഈ കൊറോണ സമയത്ത് അവര് തുടങ്ങിയ ബന്ധമാണ് സജി. അപ്പൊ ആ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ എല്ലാരും വിലക്കി എല്ലാം അറിയാന്നുള്ളവരെല്ലാരും പറഞ്ഞു അവനുമായിട്ടുള്ള ബന്ധം നല്ലതല്ല. അവനെ വിലക്കിയപ്പോഴത്തേക്ക് ഇവൾ ആ സമയത്ത് കേട്ടില്ല. പിന്നീട് ഇവർ തമ്മിൽ ബന്ധം തുടർന്നുകൊണ്ടിരുന്ന് ഇവ ആ സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് അവളെ കുറെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീടായപ്പോൾ ഇത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവള് ചോദിക്കണം. അവന് ഡെയിലി ഓരോ പെണ്ണാണ്, അതാണ് അവന്റെ മൈൻഡ്. അപ്പൊ പിന്നീടായപ്പോ ഇവളെ പൈസ ഈ ഫോട്ടോ കാണിച്ച് ഇവളെ ഫോട്ടോ പൈസ ഇല്ല കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിന്നത്, കല്യാണം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിന്നത്. അപ്പോഴാണ് ഇവനായിട്ടുള്ള റിലേഷനകത്ത് അതിപ്പോഴേ ഈ കൊറോണ സമയത്ത് അങ്ങനെ ഇവനുമായിട്ട് ബന്ധമായി. പിന്നെ അവൻ കുറെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്ത് ആ ചിത്രങ്ങളെല്ലാം അവൻ്റെ ഫോണിലിട്ട് കൊണ്ട് അവൻ കൈമനത്ത് ഓട്ടോ സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത്. ആ ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാ പേർക്കും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഇവളെ ഭീഷണിപ്പെടുത്തേക്കാം. ഈ 3 മാസത്തിന് മുമ്പ് 1.5 മാസത്തിന് മുമ്പ് അവളെ 50,000 രൂപ വാങ്ങിച്ച് ഇപ്പോൾ ഡെയിലി പണം കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇന്ന് 3 ദിവസം കൊണ്ട് ഇവള് ജോലിക്ക് പോവാതെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. ഇവൻ വിളിച്ച് പൈസ കേൾക്കണം, പൈസ കൊടുക്കാൻ. അവൻ ആദ്യം ഒരു കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെയും കൊന്ന് അവളെയും ഡൈവേഴ്സ് ഒക്കെ ആയതാണ്. പിന്നെ അവൻ എപ്പോഴും ഓരോരോ പെണ്ണുങ്ങളെ ഉണ്ടവൻ. അതിനല്ല, ഒരുമിച്ചൊരു വീട്ടിലല്ല. അവ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അവള് ചെല്ലണം. ഷീജ ഇപ്പൊ ഉള്ളൂര് ഹോസ്റ്റലിലാണ് ചെല്ലണം. അങ്ങ് ഹോസ്റ്റൽ എവിടെയെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവള് നിൽക്കുന്ന കടയെ അറിയാവൂ. അപ്പൊ അവൻ വിളിക്കുന്ന സമയത്ത് പൈസ കൊടുത്തില്ലെങ്കിലും അവൻ ചെന്നില്ലെങ്കിലും അവള് കടയിൽ ചെന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഇന്ന് 3 ദിവസം കൊണ്ട് അവൾ ഷോപ്പിൽ പോണില്ല. അവനെ അപ്പൊ അവൻ ഇന്നലെ വിളിച്ചിട്ട് എന്റെ ചേച്ചി ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എടി ഒരു കാര്യം ചെയ്യും, ഇന്നതുപോലെ അവന്റെ ഫോണിൽ കിടന്ന ഫോട്ടോ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എങ്കിലും കൈമനത്ത് ഓട്ടോ സ്റ്റാൻഡിൽ ആ ഫോട്ടോ എല്ലാ പേരുടെ കയ്യിലുണ്ട്. നീ ചെന്ന് ഇത്തിരി അവരുടെ അടുത്ത് പറ, അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ആരുടെ ചെന്ന് നമുക്ക് കാല് പിടിക്കണ്ട, നീ വാ, നമുക്ക് കൈമന സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം, അവര് നോക്കിക്കോളും, അവര് നോക്കും, നീ ഇങ്ങ് വാന്ന് പറഞ്ഞ്. ശരി, ഇന്ന് രാവിലെ ഇങ്ങ് വീട്ടിൽ വരാന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണ്. പിന്നെ സംസാരിച്ചിട്ടില്ല. ഇവള് ആത്മഹത്യ അവള് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവൻ കൊന്നതായിരിക്കും. എന്തായാലും അവൻ തന്നെ ഇതിന് കാരണം. ഈ നഗ്ന വീഡിയോ ഫോട്ടോ പലരുടെ കൈമെടുത്ത് ഓട്ടോ സ്റ്റാൻഡിലുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാറേ, അവിടെ എല്ലാവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഷീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോട്ടോ അവിടെ പലവരെയും കാണിച്ചവര് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കരുത്. പക്ഷെ ഇവിടെ തന്നെ താമസത്തിന് വരാന്ന് വെച്ചാൽ അവൻ ഞങ്ങളെ വലിയ മേലെ സഹോദരന്റെ മോനെ അടിക്കും, അവരെ അടിക്കും എന്നൊക്കെ ഇവളെടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അതൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഈ വീട് 3 വർഷം ഇവിടെ പോയിട്ട് വിളിക്കും, വല്ലപ്പോഴും ഒക്കെ വിളിക്കും. നമ്മളെല്ലാരും എതിർത്തതിന്റെ പേരിൽ തന്നെ അവൾ ഇവിടെ നിന്ന് പോയത്.
വലിയ കാര്യമാണ്. ഷീജയ്ക്ക് ആത്മാർത്ഥത സ്നേഹിക്കുന്നത്. ഷീജയ്ക്ക് ആത്മാർത്ഥത കാണും, പക്ഷെ അവന് പൈസ മാത്രം മതി. ഇത് ഒരു 1.5 മാസത്തിന് രൂപ 50,000 രൂപ കയ്യിൽ വാങ്ങിച്ച് ഹോസ്റ്റലിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അവള്. ഈ ഷീജ എങ്ങനെ അവിടെ പോയി ആത്മഹത്യയുള്ള കാരണം എന്താ? ആ കുറ്റിക്കാട്ടില് വെച്ചാൽ അവന്റെ വീട്ടിന്റെ പുറകെ, അവന്റെ വീട്ടിന്റെ പുറകെ, അവന്റെ വീട് അടുത്താ, അവന്റെ വീട് തൊട്ടടുത്താണ്. എന്റെ ചേച്ചി അവനൊക്കെ പ്രായം കൂടുതലാണ്, അവന് പ്രായം കുറവാണ്, പിന്നെ അവന് പൈസ മെയിനായിട്ട്. അമ്മേ ഇതെന്തോ ഷീജയ്ക്ക് എന്ത് സംഭവിച്ചേ? ഷീജ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ആരാ? അതൊന്നും പറഞ്ഞില്ല. എന്നെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഞാൻ വന്നത്. ഷീജ ഇവിടെ വലിയ സഹകരണം ഇല്ലയോ? ഷീജ എല്ലാവരുമായിട്ട് സഹകരണമുണ്ട്. ഷീജ താമസിക്കുന്ന ഇവിടെ അല്ല. ഈ സജി എന്ന് പറഞ്ഞവനെ പേടിച്ച് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവ 1-2 പ്രാവശ്യം വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവിടെ അടിയും ബഹളത്തിനും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് അവൾ വന്നില്ല. ഇന്നലെ അവൾ അവസാനം അവൻ പറഞ്ഞെന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ ഉണ്ട്, സുരേഷ് എന്ന് പറഞ്ഞ്, അവനെ കൊല്ലും. അല്ല ഷീജയ്ക്ക് എത്ര വയസ്സുണ്ട്? ഷീജയ്ക്ക് 51. കല്യാണം കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഞങ്ങളെ കുറ്റമല്ല. ശ്രമിച്ചായിരുന്നോ? നിശ്ചയം അവള് നിശ്ചയം വരെ കഴിഞ്ഞാണ്. അവൾക്ക് വേണ്ട എന്നും പറഞ്ഞ അവള് നിന്നതാ. നിശ്ചയം കഴിഞ്ഞോ? ഇപ്പോഴല്ല, നേരത്തെ. കല്യാണം വേണ്ടെന്ന് പറയുന്നത് അവള് വേണ്ടാന്ന് പറഞ്ഞു. ആരോട്ടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് അതൊന്നും എനിക്കറിഞ്ഞില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. അത്രേ. ഇപ്പൊ വന്നൊരു കൊച്ചു പയ്യനല്ലേ സജി? അവളേക്കാൾ ഇളയതല്ലേ ഷീജ? അവളെക്കാളും ഇളയത് തന്നെ. ഇവന്റെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോ എല്ലാം കാണുമായിരിക്കും അല്ലയോ എന്നാണ് പറയുന്നു. അവൻ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതന്നെ എൻ്റെ കൂടെ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞിരുന്നു. അവൻ 1-2 പ്രാവശ്യം 50,000 രൂപ ചോദിച്ചു, കൊടുത്തു. പിന്നെ ഉള്ള പൈസ അപ്പോഴപ്പോഴേ അവൻ ഏത് പെണ്ണിനെ കൊണ്ടുപോയാലും ചിലവിനും അവർക്ക് താമസ സൗകര്യത്തിനുള്ള കാശ് ഇവള് കൊടുക്കണം. കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവള് നിൽക്കുന്നിടത്ത് ചെന്ന് ഉപദ്രവിക്കാൻ, കടയിലേക്ക് ചെന്ന്. മറ്റുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നതിന് ഇവള് ഷീജ പൈസ കൊടുക്കണം. ഇവൻ 4-5 എണ്ണത്തിനായി ഇതേപോലെ വിളിച്ചോണ്ട് വന്ന് താമസിക്കാൻ. അപ്പൊ അതിനൊക്കെ ചെലവിന് ഷീജ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവള് ഈ ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇടും, നിന്റെ പടം എല്ലാവരും കാണുമെന്നും പറഞ്ഞ് ഭീഷണി. ഇവള് പേടിച്ച് ഇവള് സ്വർണവും പണവും എല്ലാം അവൻ തന്നെ. എൻ്റെ അറിവിൽ തന്നെ 2.5 പവൻ്റെ മാല, കമ്മല് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും കൊടുക്കുമായിരുന്നു പൈസ. ഞാൻ കാത്തിരിക്കുക. എന്നെ ഇന്നലെ വിളിച്ച് ചിരിച്ച്, മോളെ ഞാൻ രാവിലെ വരാടി എന്ന് പറഞ്ഞു. വേണ്ട അമ്മ, നേരം എടുത്ത് വന്നാൽ മതി അമ്മ, ഞാനല്ലേ പറയണത്, അമ്മേരെ മോളെ ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കിടന്ന് പടപടാന്നങ്ങ് ചിരിച്ചു പോകാനേ ഞാനതങ്ങ് വിശ്വസിച്ചു. അവനാ കാരണക്കാരൻ, അവൻ തന്നെയാണ് കാരണക്കാരൻ. അവൻ ഓരോന്നും വിളിച്ചു. അവൻ ഇന്നലെയും അവൾ ഫോൺ സ്വിച്ച് 2 നമ്പർ ഉണ്ട് വെച്ചപ്പോഴത്തേക്കൊക്കെ അങ്ങ് വിളിച്ചോണ്ടിരുന്നു. പിന്നെ വേറെ നമ്പറിൽ നിന്നൊക്കെ അവൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്നവൾ വരെ വിളിച്ച് അവളെ ചീത്ത വിളിച്ചെന്ന് പറയുന്നു. എനിക്കറിഞ്ഞൂടാ. അവൻ ആ ഫോട്ടോ, ഞാൻ പറഞ്ഞു മക്കളെ, ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ ഫോട്ടോ നമുക്ക് മേടിക്കാം, വാങ്ങിച്ചാൽ അതിന് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. നമുക്ക് ഒന്ന് കേസ് കൊടുക്കാം, നീ ഇത് നാട്ടുകാരെ അറിയിക്കാം, നമുക്ക് ഒരുക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൾ എങ്കിൽ ഉടനെ അവൻ ഇവളെ ഭീഷണിപ്പെട്ടു. അവൾ പറഞ്ഞു ഇങ്ങനെ 1-2 ഫോട്ടോ അവൻ ഞാൻ അറിയാതെ എടുത്തു വെച്ച് അത് വെച്ചാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞതാ. ഇന്നലെ രാത്രി വാടി, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം, ഞാൻ നിന്റെ ജോലി സ്ഥലത്ത് വരാം, നമുക്ക് അവിടെ നിന്ന് ഒരു ആട്ടോ വിളിച്ച് നീ വീട്ടിൽ പോരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട അമ്മ രാവിലെ വന്നാൽ മതി. ഇവര് കൊറോണ സമയത്ത് ഓട്ടോയിൽ വന്നതാണെന്ന് പറയുന്നു. ഓട്ടോ വെച്ച് പരിചയപ്പെട്ടതാ. ആ ബന്ധം ഇവിടെ എത്തിയല്ലേ? എന്നും പറയും മക്കളെ നീ അവനെ വിളിക്കരുത്. ഇല്ലമ്മ, ഞാൻ അവനുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഈ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പൈസയ്ക്ക് അവൻ വിളിക്കും. ഞാൻ പേടിച്ചാ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അവൻ സുരേഷിനെയൊക്കെ കൊല്ലുമെന്ന് പറയും. 51-കാരിയും 31-കാരൻ മകനും തമ്മിലുള്ള ബന്ധം ഈ അച്ഛനും അമ്മയും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. 2 മാസമായി പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലായിരുന്നു. ആ സമയത്ത് ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്കും അറിയില്ല. ഒരു കാര്യം ഇവർ പറയുന്നു, മകനോട് ആ സ്ത്രീക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. അല്ലെങ്കിൽ ഈ വീടിന് സമീപം വന്ന് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുമോ? അവൻ പക്ഷേ സംഭവ സമയത്ത് അവൻ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് വന്നിട്ട് നമുക്ക് അറിഞ്ഞൂടാ സാർ. ആ പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അത് അച്ഛനാണ് അവൻ. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, അവളെയും കണ്ടിട്ടില്ല,
ഇവർ ഇവിടെ വന്നിട്ടുമില്ല, അവൾ ഇവിടെ വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അല്ല, പെണ്ണ് ഇവിടെ വന്ന് ആത്മഹത്യയുള്ള കാരണം എന്താ? അത് തന്നെ, അത് നമുക്ക് അറിഞ്ഞൂടാ സാറേ. അത് അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അവിടെ തീ കത്തണ കണ്ടാണ് എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്നതേ ഉള്ളൂ. ടോയ്ലറ്റ് രാത്രി 10 മണിയായി. ഹോസ്പിറ്റലിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വെളിയിറങ്ങിയപ്പോൾ അവിടെ തീ കത്തുന്നതായിട്ട് കണ്ടു. അപ്പം തന്നെ പറഞ്ഞു, അയ്യോ അവിടെ രാത്രി ചവറ് തീയിട്ടതാരാണോ എന്തോ, മോനെ അങ്ങോട്ട് നോക്കടാ, അവിടെ ഭയങ്കരമായിട്ട് തീ എത്തണമെന്ന് അച്ഛമ്മോൻ്റെ അടുക്ക പറഞ്ഞു, എൻ്റെ മൂത്ത മോനെ. അപ്പം ഞാനും അല്ലല്ല, അത് 3ാമത്തെ ആളാണ്. ഞാനും മോനും കൂടെ പെട്ടെന്ന് വെളിയിറങ്ങി നോക്കിയപ്പം ഭയങ്കരമായിട്ട് കത്തണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ആ വീട്ടിൽ ആ ചേച്ചിയെ വിളിച്ചപ്പോൾ അവർ നേരത്തെ കയറ്റ് കുറ്റിയിട്ടത് കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ അവരെ വിളിച്ചു, അവരെണീറ്റ് വന്ന് ഗേറ്റ് തുറന്നതിന് ശേഷം മോൻ മതിലിൽ കൂടെ എത്തി. അവന് പൊക്കമില്ല. മനോജ് സജി അവൻ ഇല്ലായിരുന്നു. അവൻ ഇന്ന് രാവിലെയാണ് വന്നത്. ഇവളെ നമുക്ക് പൊതുവേ എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ വന്നിട്ടുമില്ല. പിന്നെ ഞങ്ങളില്ലാത്തപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇല്ലാത്തപ്പം വന്നോന്ന് നമുക്ക് അറിഞ്ഞൂടാ. അറിയത്തില്ല, സത്യം അമ്മ സത്യമായിട്ട് അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ല. അവൾക്ക് വയസ്സ് ഒത്തിരി ഓവറാണ്. 55 വയസ്സായി. എൻ്റെ മോന് 32 വയസ്സേ ആയുള്ളൂ. അപ്പോൾ പിന്നെ അതിലുള്ള ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടല്ലോ സാറേ, എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അറിഞ്ഞൂടാതെ എങ്ങനെ പറയും? അപ്പം ഇപ്പോഴും ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ബന്ധമുണ്ടെന്നൊക്കെ എല്ലാവരും അവിടെ എവിടെയൊക്കെ നിന്നുകൊണ്ട് ആൾക്കാർ പറയുന്നത്. അല്ലാതെ നമുക്ക് യഥാർത്ഥം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇത് പറയുന്നത് അവൻ കൊലപ്പെടുത്തിയതാണോ അവൾ ആത്മഹത്യ ചെയ്തതാണോ? അവൻ കൊലപ്പെടുത്തിയെന്ന് പറയാനായിട്ട് അവൻ ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ രാവിലെ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. അച്ഛൻ്റെ അടുക്ക പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു വണ്ടി കൊണ്ട് കൊടുക്കാൻ പോണു, അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുക്കൻ പറഞ്ഞു. എൻ്റെ പറഞ്ഞു, അമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് രാവിലെ അവൻ വരുമ്പോൾ ഇവിടെ പോലീസും എല്ലാമൊക്കെ ആയിട്ടൊക്കെ നിൽക്കണം. അതാ പോലീസ് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇന്നടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അവരവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അല്ലാതെ ഇതിലെ യഥാർത്ഥമൊന്നും നമുക്ക് അറിഞ്ഞൂടാ സാറേ. അവള് എപ്പോഴും വന്നെന്നോ ഇങ്ങനെ തീ കത്തുന്ന കണ്ടാണ് നമ്മൾ വെളിയിലിറങ്ങി എൻ്റെ മോൻ മതിലിൽ കൂടെ എത്തി നോക്കി ടോർച്ചടിച്ചപ്പോൾ നിന്ന് കത്തണം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചറിഞ്ഞ് അമ്മ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2 മിനിറ്റ് ആവണതിന് മുമ്പേ വീണ് കഴിഞ്ഞു, വെന്തുപോയി, കരിഞ്ഞില്ല, ദേഹമൊക്കെ പൊള്ളിപ്പോയെന്ന് പറയണം. അവിടെ ചെന്നപ്പോഴത്തേക്ക് മരിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ വല്ല പണിക്ക് പോകും, വൈകുന്നേരം വരും. ഇവർ ആട്ടയും കൊണ്ട് പോകും. പിന്നെ ആരെ വിളിച്ചോണ്ട് പോകണം, ആരെ കയറുന്നതെന്ന് നമുക്കറിയാൻ ഒക്കില്ല. ഇവിടെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു മാസം 17 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. അപ്പോഴും ഒറ്റ വന്നില്ല എന്ന് നമുക്ക് അറിഞ്ഞുവിടാൻ. 3 പേരും എവള് മൂത്ത മോനും എന്നെ നോക്കി ആശുപത്രിയിലുണ്ടായിരുന്നു. അറിഞ്ഞൂടാ. എന്തൊരു ശത്രുത കാണും, അല്ലെങ്കിൽ ഇനി വരേണ്ട കാര്യമില്ല. അതെ, ഇവര് പൈസയുടെ ഇടപാട് എന്തോ ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇങ്ങനത്തെ വേറെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം. പറ്റിച്ചിട്ടില്ല. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ വല്ല ഇനി മരിക്കാൻ സമയത്ത് അവൾ അങ്ങനെ പറഞ്ഞാന്നോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. യഥാർത്ഥ സംഭവം ദൈവത്തിന് മാത്രമേ അറിയാവൂ, നമുക്കറിഞ്ഞുകൂടാ. അത് ഇവനെ മനഃപൂർവ്വം ഇവനെ കുരുക്കാൻ വേണ്ടിയാണോ ചെയ്തതെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അവർ രണ്ടുപേരെയും ഉള്ളിലുള്ള വൈരാഗ്യം നമുക്കറിയാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളത്. ഇനി അവളെ വൈരാഗ്യം ഇവനെ എങ്ങനെയെങ്കിലും കുരുക്കിലാക്കണോ, അതോ ഇനി അവൻ വേറെ സംബന്ധം ചെയ്തു പോവുമോ എന്നുള്ളൊക്കെ ചിന്ത അവളെ മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്ന് അത് നമുക്കറിഞ്ഞൂടാ. ഇല്ല, അവൻ്റെ കല്യാണം കഴിഞ്ഞില്ല.